പോരാ ഇത് ഇനി ഓരോ ഇന്ത്യയിൽ ഓരോ പ്രദേശങ്ങളിൽ. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് കർണാടകയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മർദ്ദിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കോമൺ ആയിട്ട് നമുക്ക് ചിന്തിക്കും, മനുഷ്യനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഉള്ളുകൊണ്ടൊരു വിഷമം വരും. പക്ഷെ ചില വാർത്തകൾ നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിവസേന ഇന്ത്യയിലെ ഓരോ ഇടങ്ങളിലും സംഘപരിവാരത്തിന് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം മതത്തിന്റെയും ജാതിയുടെയും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും പേരിൽ നിർബന്ധിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ ഹിന്ദു തീവ്രത നിർമ്മിച്ചെടുക്കുക. ഇതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ നീട്ടി പോകുന്നില്ല, കാര്യത്തിലേക്ക് വരാം. ഇത് കർണാടകയില് പശുവിനെ കടത്തുന്നു എന്ന് ആരോപിച്ച് ഈ പശുവിന് കുറെ സേനകളുണ്ടല്ലോ, ഗോരക്ഷാ സേന, പശുരക്ഷാസേന, ശ്രീരാമസേന എന്ന് പറഞ്ഞ് ഇവർക്ക് ഇഷ്ടമുള്ള പേര് കൊണ്ട് നൽകി ഇവർ തന്നെ ഇറങ്ങുക. നിയമത്തെയോ നിയമ സംവിധാനത്തെയോ ഭരണഘടനയോ മതേതരം ജനാധിപത്യം ഇതൊന്നും ഇവർക്ക് പാലിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നേതൃത്വം കൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളാണ്. അവർ ഒരിക്കലും ഇത് അംഗീകരിക്കത്തുമില്ല. പക്ഷെ അവർ പറയും ഭരണഘടന അംഗീകരിക്കുന്നവരാണെന്ന് പറയും. പക്ഷെ പ്രവൃത്തിയിൽ കൃത്യമായിട്ട് ഒരു അംശം പോലും ഇവർക്ക് ജനാധിപത്യമോ മതേതരത്വമോ സ്വാതന്ത്ര്യമോ ഇതെന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഈ വക കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യം എവിടെ എത്തും അതൊന്നും ഇവർക്ക് ഒരു നിശ്ചയമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ കർണാടകയിൽ ബലഗാവിലാണ് ഈ സംഭവം നടക്കുന്നത്. പശുക്കളെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് തടഞ്ഞ ശ്രീരാമസേനയുടെ പ്രവർത്തകരെ പ്രദേശവാസികൾ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഇത് ഇന്നലെ ഈ ഒരു അവിടുത്തെ കർണാടകയിലുള്ളൊരു ചാനലിലാണ് ഞാൻ കാണുന്നത്. നമ്മൾ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ മർദ്ദിക്കുന്ന ഏതെങ്കിലും സംഭവം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇത് എന്താ സംഭവം എന്ന്. അങ്ങനെ കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് സംഭവം നമ്മളെ മലയാളം വാർത്തകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് റിപ്പോർട്ട് മാത്രമാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതായത് കെട്ടിയിട്ടിട്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മൊത്തം കാണയാണ് ഈ സംഘപരിവാരത്തിന്റെ അല്ലെങ്കിൽ ഗോരക്ഷാ സേനയെ ഉപദ്രവിക്കുന്നവരെ നല്ല അടി കൊടുത്തിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞാൽ ഇത് പോരാ, ഇത് ഇനി ഓരോ ഇന്ത്യയിൽ ഓരോ പ്രദേശങ്ങളിലും ഇത് നടക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും ഇവരെ വെറുതെ വിടരുത്. ഇപ്പൊ ചിലരൊക്കെ ആയിരിക്കും ഇപ്പൊ ഹിന്ദുക്കളല്ലേ, അവര് ചിലപ്പോ തെറ്റ് ചെയ്തതായിരിക്കും, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വെള്ളയടിക്കാനൊക്കെ ആൾക്കാർ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദാക്ഷിണ്യം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവന്മാർ 100-500 ആൾക്കാരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവത്തിൽ വന്നിട്ട് ഇവന്മാർ അടികടിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യയിൽ ചില ഇടങ്ങളിൽ മാത്രമാണ് ചിലത് നമുക്ക് അറിയാൻ പോലും പറ്റാത്ത കൊലപാതകങ്ങളുണ്ട്. ഇവര് നടത്തുന്ന കൊലപാതകങ്ങൾ നമ്മൾ എത്രയോ അറിയുന്നില്ല. ഇവര് അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കർണാടകയിൽ ബലഗാവി പശുക്കളെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന തടഞ്ഞ ശ്രീരാമസേനയുടെ പ്രവർത്തകരെ ഉപദ്രവിച്ചതിന് ശേഷം പിന്നീടുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, ബലഗാവിലെ ഹുക്കേരി താലൂക്കിലാണ് ഈ സംഭവം. പ്രവർത്തകരെ മരത്തിൽ കെട്ടിയിരിക്കുന്നതും നാട്ടുകാർ വടികൊണ്ടടിക്കുന്നതും കാണാം. പ്രചരിക്കുന്ന വീഡിയോയിൽ പശുക്കളെ കശാപ്പിനായി കൊണ്ടുപോയതാണെന്ന് ആരോപിച്ചാണ് സംഭവം നടക്കുന്നത്. പശുക്കളുമായി പോയ വാഹനം തടഞ്ഞ ശ്രീരാമസേന പ്രവർത്തകർ ഇവയെ ഇംഗലി ഗ്രാമത്തിലെ ഒരു ഗോശാലയിലേക്ക് മാറ്റുന്നു. അതായത് പ്രത്യക്ഷത്തിൽ ഇവർ ഈ തടഞ്ഞതിന് ശേഷം അവര് തന്നെ ഈ പശുക്കളെ ഒരു ഗോശാലയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ഗോശാല എന്ന് പറയുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിൽ 75% യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെയാണ്. ഈ ഗോരക്ഷാ സേന കൊണ്ടുപോകുന്ന ഈ ഗോശാലയിലേക്ക് കൊണ്ടുപോകുന്ന പശുക്കളെ ഇവര് അവിടെ പരിപാലിക്കാനോ സംരക്ഷിക്കാനോ പറ്റില്ല എങ്കിൽ ഇവരിതിനെ കശാപ്പിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ചെയ്യുക. ഇതിന് യാതൊരുവിധ ഉത്തരവാദിത്വ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് സാമ്പത്തികം അങ്ങോട്ട് പോകുന്നു, ഇതൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഗോശാലയിലേക്ക് മാറ്റിയതിന് ശേഷം ഈ പശുവിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഈ പശുവിന്റെ ഉടമസ്ഥൻ ഗോശാലയിൽ വന്നിട്ട് ഇതിനെ അഴിച്ചോണ്ട് പോയി.
അഴിച്ചുകൊണ്ട് പോയി. അപ്പോഴൊന്നും ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഈ പിന്നെ പശുവിനെ കൊണ്ടുപോയതിനെ ചൊല്ലി ഈ ഗോരക്ഷാസേനയെ ഉപദ്രവിക്കാനൊന്നും ഇവർ പോകുന്നില്ല. സ്വന്തം പശുക്കളാണ്, അവർ വന്ന് അഴിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇത് ഈ ഗോശാലയില് കൊണ്ടുപോയ ഈ ടീംസ് അറിഞ്ഞിട്ട് ഈ പശുവിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, അവരുടെ നാട്ടിൽ ചെന്നിട്ട് ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇവന്മാര് പശുവിനെ കൊടുക്കാതെ അവന്മാര് പോവില്ല എന്നാ പറയുന്നത്. ലാസ്റ്റ് ആ ഗ്രാമവാസികളെല്ലാം കൂടെ തന്നെ ചേർന്ന് ഈ പശുവിന്റെ ഉടമസ്ഥനൊന്നും അതിനകത്ത് ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഗ്രാമവാസികൾ തന്നെ ഇട്ട് ഇവന്മാരെ പിടിച്ച് കെട്ടിയിടുകയാണ്. ഗ്രാമവാസികൾ തന്നെയാണ് പൊട്ടിക്കുന്നത് പറഞ്ഞാൽ നല്ല അടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവര് കൃത്യമായിട്ട് ഫുള്ള് ഒരു എന്താ പറയാ നല്ലൊരു ക്യാമറയോ ഒന്നും അല്ല അത് നമുക്ക് പിന്നെ കിട്ടിയത്, വീഡിയോ എടുത്തിരിക്കുന്നത് മൊബൈലിലെ ഏതോ ഒരു അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു മൊബൈലിലാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും പിന്നെ അടി കഴിഞ്ഞിട്ട് ഈ ഗോരക്ഷാ സേനയുടെ നേതാക്കളുണ്ടല്ലോ, ഇവന്മാര് ഞെളിഞ്ഞു വന്ന് ആ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കർണാടകയാണ്, നമുക്ക് മനസ്സിലാവത്തില്ല എങ്കിലും ഇവര് കേസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അധികൃതരായിട്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയായിട്ട് ഒന്നും കാര്യങ്ങൾ ഇത് ഫോളോ അപ്പ് ഇല്ല. അവിടെ വെച്ചത് പരിഹരിക്കുകയും ചെയ്തത്. അതായത് അടി കൊണ്ടതിൽ അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവരത് ഒത്തീർപ്പാക്കുകയാണ് ചെയ്തത്.